പ്രേക്ഷകർ ഏവർക്കും എൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിച്ചത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പൂനെ മിലിറ്ററി ക്യാമ്പിൽ നിന്നും കൊച്ചി യൂണിറ്റിലേക്ക് സ്ഥലം മാറി വന്നെടുത്താണ്. പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പൂക്കുറ്റി കത്തി അമ്പരം പോലെയായിരുന്നു. സാമ്പത്തികപരമായി അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയധികം മെച്ചപ്പെട്ടു. നല്ല ശമ്പളം, ഉയർന്ന ഉദ്യോഗം, അതുപോലെ തന്നെ പുസ്തകങ്ങളിൽ നിന്ന് നല്ല വരുമാനം എല്ലാം കിട്ടിത്തുടങ്ങി. അദ്ദേഹം കൊച്ചിയിലൊരു വീട് വാടകയ്ക്കെടുത്ത് ഭാര്യയെയും കുട്ടികളെയും കൊണ്ട് അവിടേക്ക് താമസം മാറ്റി. അദ്ദേഹത്തിൻ്റെ കീർത്തി രാഗേന്ദു കിരണങ്ങൾ പോലെ എമ്പാടും പ്രസരിച്ചു. ധാരാളം ആരാധകരുടെ എണ്ണം കൂടി വന്നു. അത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തകരാൻ ഇടയും വച്ചു. അതായത് ആരാധന മൂത്ത് ആരാധികമാർ അദ്ദേഹത്തിന് പ്രണയലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പ്രണയലേഖനങ്ങൾ അദ്ദേഹത്തിന് വന്നുപെട്ടു. അതിൽ പലതും അദ്ദേഹത്തിൻ്റെ ഭാര്യ കാണുവാനിടയായി. അതോടെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. അതങ്ങനെ പോകുന്നു. അതിൽ കൊച്ചിയിലെ ഒരു ഡോക്ടറുടെ ഭാര്യയും അദ്ദേഹത്തെ പ്രണയിച്ചിരുന്നു. അവർ 2 കുട്ടികളുടെ അമ്മയായിരുന്നു. ഈ ശ്രീദേവിയുടെ ഒരു സുഹൃത്ത് പോലെയായിരുന്നു. അത്രയും അടുപ്പമായിരുന്നു. അവർ തൻ്റെ ഭർത്താവിനെ പ്രണയിക്കുന്നത് ശ്രീദേവിക്ക് ഒട്ടും സഹിക്കാനായില്ല. കാരണം അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് ഒരു വഞ്ചന പോലെയാണ് അവർ ചെയ്തത്. അതോടെ കുടുംബത്തിൽ കലഹങ്ങൾ മൂത്തു. അത് പൊട്ടിത്തെറിയിലെത്തി. അദ്ദേഹം കൊച്ചിയിലെ താമസം മതിയാക്കി എടപ്പള്ളിക്ക് മടങ്ങി. പ്രശ്നം അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. വീട്ടിൽ പിന്നെ ഒരയ്ക്കലും പൊട്ടിത്തെറികളും ചീറ്റലും ഒക്കെയായി. എന്തിനു പറയുന്നു, അദ്ദേഹത്തിൻ്റെ പത്നി കുട്ടികളെയും കൊണ്ട് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി. അത് അദ്ദേഹത്തിന് താങ്ങാനാവാത്ത ഒരു വേദനയായിരുന്നു. അദ്ദേഹം അത്ര കണ്ട് ഭാര്യ ഇഷ്ടപ്പെട്ടിരുന്നു. അതോടെ അദ്ദേഹം മദ്യത്തിന് അടിമപ്പെടാൻ തുടങ്ങി. നാട്ടിലൊക്കെ അദ്ദേഹത്തിന് കീർത്തി നഷ്ടപ്പെട്ടു. ആർക്കും അദ്ദേഹത്തെ കണ്ടുകൂടാതെ വന്നു. അദ്ദേഹത്തെ കാണുന്നത് തന്നെ വെറുപ്പും അറപ്പും പലരിലും ഉളവാക്കി. സ്വന്തം അമ്മയ്ക്കും അനുജനും ചിറ്റയ്ക്കും എല്ലാവർക്കും അദ്ദേഹത്തോട് വെറുപ്പാണ് ഉണ്ടായത്. അവരെല്ലാവരും അദ്ദേഹത്തിൽ നിന്നാകുന്നു. അദ്ദേഹം ഏകാന്ത ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു ധരിച്ചത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയ സുഹൃത്ത് പോലെയായിരുന്നു മദ്യം. അതിൽ മാത്രമാണ് അദ്ദേഹം ആത്മശാന്തി കണ്ടെത്തിയത്. ഈ സമയത്ത് അദ്ദേഹം നാട്ടിൽ ഒരു പരിഹാസ്യ കഥാപാത്രം പോലെ അദ്ദേഹം ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്ത് തീരുമാനിച്ചു, ജോലി രാജിവെച്ച് മദ്രാസിയിൽ പോയി നിയമപഠനത്തിന് ചേർന്നു. അത് 2 കാരണങ്ങൾ. ഒന്ന്, ഈ അളിഞ്ഞ സാഹചര്യത്തിൽ നിന്ന് കുറച്ച് നാൾ അകന്നു നിന്ന് ഒരു നല്ല നിലയിൽ തിരിച്ചെത്തണമെന്നുള്ള സദുദ്ദേശം ആയിരിക്കാം. മറ്റൊന്ന്, അദ്ദേഹത്തിന് പഠിക്കണമെന്നുള്ള ഉത്കടമായ വാഞ്ച കൊണ്ടാവാം. എന്തായാലും ആ പഠനം പൂർത്തീകരിച്ചില്ല. അദ്ദേഹം നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. തിരിച്ചു വന്ന് മംഗളോദയത്തിൽ എഡിറ്ററായി ജോലിയിൽ പ്രവേശിച്ചു. അപ്പോഴും ശ്രീദേവിയായിട്ട് യോജിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഭാര്യയും കുട്ടികളെയും കാണാൻ പോകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായത്തിൽ തന്നെ ശ്രീദേവിക്ക് കൊച്ചനുജനും അനുജത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചെല്ലുമ്പോഴൊക്കെ ഇവർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ, തിന്നാൻ എന്തെങ്കിലും ഒക്കെ ധാരാളമായി കൊണ്ടുപോകും. അത് അദ്ദേഹം ഒരു പിശുക്കില്ലാത്ത ഒരു ധാരാളിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കവിതയിൽ പദങ്ങൾ വാരി വിതറും പോലെയാണ് അദ്ദേഹം ജീവിതത്തിലും ചെലവഴിച്ചിരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, പഴം കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ ഒരു കൊല നോക്കി തന്നെ അദ്ദേഹം കൊണ്ടുപോകും.
അതേപോലെ മിഠായി ആണെങ്കിൽ ഒരു ടിന്ന്, അത് ചെറിയ ടിന്ന്, ആ ടിന്ന് നിറയെ മിഠായി. അങ്ങനെ എല്ലാം സുലഭമായി. ഇപ്പോൾ പച്ചക്കറി വാങ്ങിച്ചു കൊണ്ടാണെങ്കിൽ ഒരു ചെറിയ സദ്യയ്ക്ക് വേണ്ടതായ സാധനങ്ങൾ അതിനകത്തുണ്ടാവും. എല്ലാം കൂടെ കൂടിയൊരു കൊട്ടയ്ക്കകത്താക്കി ചുമട്ടുകാരനെ കൊണ്ട് എടുപ്പിച്ചാണ് ചെന്നിരുന്നത്. എന്നാൽ അവിടെ ചെന്നാലോ അദ്ദേഹം പോരുന്നത് വരെ ശ്രീദേവി അദ്ദേഹത്തിന് മുഖം കൊടുക്കാൻ യാതൊരുവിധ അവസരവും ഉണ്ടാകാതെ ഒഴിഞ്ഞ് മാറിയിരുന്നു. അദ്ദേഹം ചെന്ന് നാലുകെട്ടിലൊരു മേശയിട്ടുണ്ട്. ആ മേശപ്പുറത്ത് കാലും നീട്ടി അങ്ങനെ മൗനമായിട്ടിരിക്കും. ഭാര്യയുടെ അമ്മ കൊണ്ടു കൊടുക്കുന്ന ചായ കുടിക്കും. എന്തെങ്കിലും ചോദിച്ചാൽ അതിന് സമാധാനം പറയും. കുട്ടികളോടോ ആരോടും ഒന്നും മിണ്ടില്ല. കുറേ കഴിഞ്ഞാൽ മൗനമായിട്ട് അങ്ങനെ ഇരിക്കും. കുറേ കഴിഞ്ഞാൽ മിണ്ടാതെ എഴുന്നേറ്റ് പോരുകയും ചെയ്യും. ഇത് ശ്രീദേവി ചങ്ങമ്പുഴയുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് ആണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതാണ്ട് 1967-68 ആണെന്ന് തോന്നുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാരികയിൽ അവർ കുറിച്ചിട്ട കണ്ണുനീരിൽ കുതിർന്ന വരികൾ ഇന്നും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അത് ഏതാണ് വാരിക എന്ന് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അന്ന് ഒരുപാട് വാരികകളൊക്കെ അന്ന് വായിച്ചിരുന്നു. അതായത് മാതൃഭൂമി, മനോരമ, മലയാളരാജ്യം അന്നും ഉണ്ടായിരുന്നു. മലയാളരാജ്യം നോക്കിയിരുന്നു. അതേപോലെ തന്നെ കൗമുദി, ഇന്നത്തെ കലാകൗമുദി, അന്ന് കൗമുദി എന്ന പേരിലായിരുന്നു. ഇങ്ങനെ സിംഗിൾ ഷീറ്റുകളായിട്ട് പിന്നടിക്കാണ്ട് മറിച്ച് അന്ന് അങ്ങനെ കുറേ വാരികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരള ശബ്ദം, ചിന്ത, കേസരി, അങ്ങനെയുള്ള ചില വാരികളൊക്കെ അങ്ങനെയായിരുന്നു. ഷീറ്റുകൾ അതിങ്ങനെ വെറുതെ ഫോൾഡ് ചെയ്തിട്ട് വരികയായിരുന്നു. അപ്പോൾ അതുപോലെ അതിലാണോ ഏതിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാനത് തുടർച്ചയായിട്ട് അന്ന് നോക്കിയിരുന്നു. ഇന്നിപ്പോൾ ഞാൻ കുറേ ആലോചിച്ചിട്ട് എനിക്ക് ആ ഏത് വാരികയിലാണ് എന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. അതോ പത്രത്തിൽ വന്നാണോ എന്നും ഓർമ്മയില്ല. കാരണം മാതൃഭൂമി, മനോരമ, കേരള കൗമുദി, എക്സ്പ്രസ്, ഈ പത്രങ്ങളൊക്കെ അന്നും ഞാൻ സ്ഥിരമായി വായിച്ചുകൊണ്ടിരുന്നതാണ്. അന്ന് ഞാൻ മാത്രമല്ല, അന്നത്തെ എൻ്റെ ആ തലമുറയിൽപ്പെട്ട എല്ലാ കുട്ടികളുടെയും ഒരു സ്വഭാവമായിരുന്നത്. എത്ര കണ്ട് കൂടുതൽ പത്രങ്ങൾ വായിക്കുന്നു അവൻ ഭയങ്കര ഒരു ക്രെഡിറ്റായിട്ടുണ്ടല്ലോ, അഭിമാനം, നേട്ടമായിട്ടാണ് അത് കണക്കാക്കിയിരുന്നത്. കൂട്ടുകാരുടെ ഇടയ്ക്ക് അത് ചോദിക്കും, ഞാൻ അത്ര പത്രം വായിക്കുന്നുണ്ട്, ഞാൻ ഇത്ര വായിക്കുന്നു. അപ്പോൾ അതിന് എല്ലാവരും ഒരു മത്സരം പോലെയായിരുന്നു അന്നത്തെ കാലഘട്ടം. വായന എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ഹരമായിരുന്നു. ആ ഇടയ്ക്ക് 1945 ഒരിക്കൽ എസ് കെ പൊറ്റക്കാടും വൈക്കം മുഹമ്മദ് ബഷീറും അദ്ദേഹത്തെ കാണാൻ എടപ്പള്ളിയിൽ ചെല്ലുകയുണ്ടായി. അവർ എറണാകുളത്ത് ഏതോ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. അപ്പോൾ ചെങ്ങമ്പുഴ ഒന്ന് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് അവിടെ കയറിയതാണ്. അന്ന് ആ കൂടിക്കാഴ്ച എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വളരെ ഒരു നിശബ്ദമായ അന്തരീക്ഷം. അദ്ദേഹം ഒറ്റപ്പെട്ടൊരു മുറിക്കുള്ളിൽ മാത്രം, ഒരു വീട്ടിൽ 2 വൈപ്പ്. അപ്പോൾ ആ അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ എസ് കെ പൊറ്റക്കാടൊന്ന് ഒരു സൂക്ഷ്മ നിരീക്ഷണം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നടത്തി. അത് അദ്ദേഹത്തിലൊരു ജാഡ്യത സൃഷ്ടിച്ചു. ഉടനെ അവരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ പോകാൻ പറഞ്ഞ് പോയി. അങ്ങനെ പോയപ്പോൾ അദ്ദേഹം വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടു കൂടി എസ് കെ പൊറ്റക്കാടിനോട് പറഞ്ഞ അനുഭവങ്ങളൊക്കെ അദ്ദേഹം ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അതായത് പറഞ്ഞു, ഞാൻ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിരുന്നു. അന്നും എൻ്റെ ഭാര്യ അതെല്ലാം സഹിച്ച് സന്തുഷ്ടയായിട്ട് ഈ കുടുംബത്തിൽ ഇരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വളരെ നിരാശപ്പെട്ട് ആത്മഹത്യയ്ക്ക് വരെ തുനിഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ സമ്പന്നനാണ്. കാരണം 10-14,000 ഉറുപ്പ്യ റോയൽറ്റി വകയായിട്ട് എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്. നമ്മളൊന്ന് ആലോചിക്കണം, 1945 കാലഘട്ടത്തിലാണത്. അന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്കൊക്കെ 1 ഉറുപ്പ്യ, 2 ഉറുപ്പ്യ, 3 ഉറുപ്പ്യ, 8 അണ എന്നൊക്കെയുള്ള രീതിയിലാണ് വില. അന്ന് എല്ലാ പുസ്തകങ്ങൾക്ക് അത്രയ്ക്കുള്ളൂ. 5 രമണൻ തന്നെ 1 ഉറുപ്പ്യയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നിന്നും 14,000 ഉറുപ്പ്യ റോയൽറ്റി കിട്ടണമെങ്കിൽ
ആ പുസ്തകങ്ങൾ എത്ര കണ്ട് ചിലവായിട്ടുണ്ടാവണം, എത്ര കണ്ട് ജനഹൃദയങ്ങളിൽ അത് എത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു നിശ്ചിതമായ ശതമാനമാണ് റോയൽറ്റി ആയിട്ട് എഴുത്തുകാരന് കിട്ടുന്നത്. അപ്പോൾ ആ 14,000 ഉറുപ്പ്യ അത്രയും കിട്ടണമെങ്കിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുണ്ടാവണം. അതിൽ കഴിഞ്ഞ് എസ് കെ പൊറ്റക്കാടും വൈക്കം മുഹമ്മദ് ബഷീറും അദ്ദേഹം കൂടെ കൂടിയിട്ട് എടപ്പള്ളിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ തങ്ങി അന്ന് രാത്രി അവിടെ ചിലവഴിച്ച് പിറ്റേ ദിവസം എസ് കെ പൊറ്റക്കാട് കോഴിക്കോട്ടേക്കും പോയി, വൈക്കം മുഹമ്മദ് ബഷീർ തിരിച്ച് എറണാകുളത്തേക്കും പോയി. പിന്നീട് 1947 ജനുവരിയിൽ എസ് കെ പൊറ്റക്കാട് തൃശ്ശൂർ വച്ച് മംഗളോദയത്തിൽ ഈ ചെന്നപ്പോൾ ചങ്ങമ്പുഴ കാണാൻ ഇടയായി. അദ്ദേഹം വളരെയധികം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി തന്നെ മാറി. ആൾ വളരെ ശോഷിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും വളരെയധികം സന്തുഷ്ടനായി. അപ്പോൾ നിർബന്ധിച്ച് അദ്ദേഹം തൃശ്ശൂർ ഒരു വീടേ വിലയ്ക്ക് വാങ്ങിച്ച് ഭാര്യയും കുട്ടികളെയും കൊണ്ടുവന്ന് അവിടെ സുഖമായിട്ട് താമസിക്കും. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അന്ന് എസ് കെ പൊറ്റക്കാട് അവിടെ തങ്ങി. അദ്ദേഹം പറയുന്നത് ശ്രീദേവി ചിരിച്ച് സന്തുഷ്ടയായിട്ട് കാണുന്ന അന്നാണ്. അന്ന് രാത്രി ഏറെ നേരം ഇവർ മൂന്നാളും പല വർത്തമാനങ്ങളും സാഹിത്യപരമായിട്ടും എല്ലാം വർത്തമാനം പറഞ്ഞു. ശ്രീദേവിയും അവരോടൊപ്പം തമാശകൾ പറയാനും വർത്തമാനങ്ങൾ പറയാനും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നേരം വെളുത്ത് വളരെ അദ്ദേഹത്തിന് സന്തോഷം തോന്നി, തൻ്റെ സുഹൃത്ത് വളരെയധികം മാറിയേക്കണം എന്നുള്ള ആ ഒരു തോന്നലുണ്ടായി. ഒരഭിമാനത്തോടെ അദ്ദേഹം തിരിച്ച് കോഴിക്കോട്ടേക്ക് പോയി. പിന്നെ അദ്ദേഹം കാണുന്നത് അത് ചങ്ങമ്പുഴ അസുഖമായി ഇട്ട് കിടക്കുന്നു എന്നുള്ളൊരു വാർത്ത കേട്ടാണ് വന്നത്. അദ്ദേഹം വരുമ്പോൾ വളരെയധികം കഷ്ടം ഉണ്ടായിരുന്നു, എല്ലാം നശിച്ചു. ആ തൃശ്ശൂരുണ്ടായിരുന്ന വീട് പോയി. ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹം വെറും എല്ലും തോലുമായി, താടിയൊക്കെ നീട്ടി വളർത്തി. അങ്ങനെയാണ് ആ വീടിൻ്റെ അടുത്ത് തന്നെ ആ പറമ്പിൽ ഓല കൊണ്ട് മേഞ്ഞ ഒരു കുടിലുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കയറ് കെട്ടിലാണ് അദ്ദേഹം. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. അന്നൊക്കെ TB വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം രക്ഷയില്ല, മരിക്കും, ആരും അടുത്ത് ചെല്ലരുത്. അപ്പോൾ ഡോക്ടറെ ആരും അടുപ്പിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇദ്ദേഹം അകത്തുനിന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു അത്ര ഇവരോട്. അത് എസ് കെ പൊറ്റക്കാടും ജി ശങ്കരക്കുപ്പും വേറെ ആരും ഉണ്ടായിരുന്നു, അവർ 3 ആളാണ്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരത് കൂട്ടാക്കിയില്ല. ഇവർ വേഗം അകത്ത് കയറി അദ്ദേഹത്തിൻ്റെ അടുക്ക ഇരുന്ന് വർത്തമാനം പറയാൻ നോക്കി. അപ്പോൾ ഓരോന്നും പറയുമ്പോഴേക്കും അദ്ദേഹം ചുമ, കിതപ്പ്, ക്ഷീണം, അങ്ങനെ ചുവരിൽ ചാരി ഇരുന്ന് മന്ദഗതിയിലായിരുന്നു അദ്ദേഹം. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, നിങ്ങളധികം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് അവർ താങ്ങി അവിടെ കടത്തി. അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുമ്പോൾ മുഴുക്കെ എൻ്റെ മനസ്സിൽ ആ സുഹൃത്തിനെ കുറിച്ചായിരുന്നു. വളരെ ശോചനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥിതി. പിന്നെ അദ്ദേഹം അതേ കൊല്ലം തന്നെ ചങ്ങമ്പുഴ നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്നുള്ള വാർത്ത ആണ് കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, വിങ്ങിപ്പൊട്ടുന്ന ഹൃദയമായത് എനിക്കത്. അത് വളരെയധികം വിഷമാണ് നമ്മുടെ ഭാഷയ്ക്ക് തന്നെ ലഭിച്ചത്. കുറച്ച് കാലം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നായിരുന്നെങ്കിൽ ലോകപ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാകുകയായിരുന്നു. എന്ന് തന്നെയല്ല, മലയാളത്തെപ്പോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയും കൈകാര്യം ചെയ്യാൻ അത്ര വൈഭവം ചങ്ങമ്പുഴയ്ക്കുണ്ടായിരുന്നു. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് തന്നെ ഇംഗ്ലീഷിൽ കവിതകളൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ട് ഒന്നുമില്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ അദ്ദേഹം കവിതകൾ എഴുതി ലോകപ്രസിദ്ധനായ ഒരു എഴുത്തുകാരനായിട്ട് മാറുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ആളാണ് നഷ്ടപ്പെട്ടത്. എന്തിനു പറയുന്നു, മലയാളികൾക്കതിന് ഭാഗ്യമുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നും കൂടി ഞാൻ പറയാം, കേരളം മുഴുക്കെ അദ്ദേഹം പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിച്ചിരുന്നപ്പോൾ ഇന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹം അവഗണന ഏറ്റ് ഇരിക്കുകയായിരുന്നു.
അത് വളരെ ഒരു നിരാശാജനകമായിട്ടുള്ളൊരിതാണ്. ചങ്ങമ്പുഴയിൽ കൂടി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും മറ്റുള്ളവർ പറയുന്നതാണ് ആൾക്കാർ കേട്ടിട്ടുണ്ടാവുള്ളൂ. അദ്ദേഹം ഇങ്ങനെയാണ്, പെണ്ണുങ്ങളോട് അടുക്കാൻ കൊള്ളില്ല, അദ്ദേഹം ഒരു പ്രണയലേഖനം കൊടുക്കുന്ന ആളാണ്, ആരെ കണ്ടാലും പ്രേമിക്കുന്ന ആളാണ്, മദ്യപാനിയാണ്, അടുപ്പിക്കാൻ കൊള്ളില്ല എന്നുള്ള കഥകളൊക്കെ ഇന്നും നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.